ജമാഅത്തെ ഇസ്ലാമി UDFന് പിന്തുണ പ്രഖ്യാപിച്ചതിൽ സമസ്തയ്ക്ക് അതൃപ്തി നിലനിൽക്കെ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കണ്ട് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് കോഴിക്കോട് വെച്ചായിരുന്നു കൂടിക്കാഴ്ച. സണ്ണി ജോസഫുമായുള്ള കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയം വന്നില്ല എന്നും നിലമ്പൂരിൽ ഒരു സ്ഥാനാർത്ഥിക്കും പിന്തുണ പ്രഖ്യാപിക്കില്ല എന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞു. നിലമ്പൂർ വിഷയമൊന്നും ചർച്ച ചെയ്തിട്ടില്ല. കോൺഗ്രസിനെ പറ്റി ചർച്ച ചെയ്തു, അത്രമാത്രം. അല്ല, കോൺഗ്രസ് ഉഷാറാക്കണം, അതാണ് അതിനുള്ള അയാൾ പ്രസിഡന്റ് ആയിക്കുന്നത്. അല്ല, നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ പാർട്ടി ശക്തിപ്പെടുത്തണ്ടേ, അടിത്തറ ഒക്കെ ശരിപ്പെടുത്തണം, ഒക്കെ അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. നിർദ്ദേശം മാത്രമല്ല, ആശീർവാദം കൂടി ആവശ്യപ്പെട്ട് വന്നതാണ്. അതൊന്നും ഇപ്പൊ നമ്മളോട് ചർച്ച ചെയ്യണ്ട. അത് മുന്നണി നേതാക്കന്മാരുണ്ടല്ലോ, ഓരോ മുന്നണിയിലും ആ മുന്നണീൻ്റെ നേതാക്കന്മാരും അതിനോട് ബന്ധപ്പെട്ടവരുള്ള ആ ചർച്ചകളൊക്കെ ചെയ്യേണ്ടത്. ഞാനെന്തായാലും എനിക്കതിന് പൊന്നൂക്കിനോടത്ത് പൂച്ചക്ക് എന്താന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ഏത് രീതിയിൽ പോകണമെന്നാണ് സംസ്ഥയുടെ ഒരു അല്ല, ഇവിടുത്തെ ഈ പിന്നെ മതേതര മറ്റ് ന്യൂനപക്ഷ അവകാശങ്ങൾ ഇതൊക്കെ സംരക്ഷിച്ചു പോകണം. എല്ലാ പാർട്ടികളും അങ്ങനെ പോകണം എന്നാണല്ലോ, കോൺഗ്രസ് മാത്രമല്ല. MS അനീഷ് കുമാറിന്റെ വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനീഷ്, സമസ്തയിൽ നിലനിൽക്കുന്ന ഭിന്നത അത് UDFനെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്. അത് അവസരമാക്കി മാറ്റാൻ LDFും ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടിക്കാഴ്ച എത്രത്തോളം പ്രധാനപ്പെട്ടതായിരുന്നു? അഭിലാഷ്, ജമാഅത്തെ ഇസ്ലാമിയുമായും വെൽഫെയർ പാർട്ടിയുമായും ബന്ധപ്പെട്ടൊക്കെ നേരത്തെ തന്നെ സമസ്ത നിലപാട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും മതരാഷ്ട്രവാദമെന്ന മുദ്രാവാക്യത്തിൽ ഊന്നിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനം. അതുകൊണ്ട് പല കാര്യങ്ങളും ഈ പരമ്പരാഗതമായ ഇസ്ലാം വിശ്വാസങ്ങളെ പോലും ഖനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. നവീകരണവാദികൾ എന്ന ലേബലിൽ അവർ അറിയപ്പെടുകയും ചെയ്യുന്നു. സമസ്തയാവട്ടെ കൃത്യമായ ചിട്ടവട്ടങ്ങളിൽ വിശ്വസിച്ച് പരമ്പരാഗതമായ തത്വങ്ങളിൽ ഊന്നിയൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയുമാണ്. അതുകൊണ്ട് നിശ്ചിതമായി തന്നെ സമസ്തയുടെ വേദികളിൽ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്ന ഒരുപാട് രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുമുണ്ട്. എന്തായാലും അത്തരമൊരു സാഹചര്യത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുമായി UDF സഖ്യം ചേരുന്നു എന്ന വിവരങ്ങൾ പുറത്തു പറയുകയും ഇപ്പോൾ UDF നേതാക്കൾ ഓരോരുത്തരായി തങ്ങൾ സഖ്യമുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ആ കൂട്ടുകെട്ടിൽ ഉറച്ചു നിൽക്കും എന്ന് VD സതീശനടക്കം വീണ്ടും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും സമസ്ത നേതാക്കളിൽ നിന്നും ഈ ഉമർ ഫൈസി മുക്കത്തെ പോലുള്ള ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു വിമർശനം ഈ കൂട്ടുകെട്ടിനെതിരെ ഉയരുകയും ചെയ്തിരുന്നു. കത്തോലിക്ക കോൺഗ്രസ് ഈ തീരുമാനത്തിനെതിരെ രംഗത്ത് വരുന്നു. അതായത് പരമ്പരാഗതമായി UDFനൊപ്പം നിൽക്കുന്ന പല ആധ്യാത്മിക സംഘടനകളുടെ ഭാഗത്തുനിന്നും ഇത്തരം ഒരു എതിർപ്പുണ്ടായ സാഹചര്യത്തിൽ തന്നെയാണ് തിരക്കിട്ട അനുനയ നീക്കങ്ങളുമായി കോൺഗ്രസ് രംഗത്ത് വന്നത്. ഇതിൻ്റെ ഭാഗമായാണ് KPCC പ്രസിഡന്റ് നേരിട്ട് ഇപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ വിശദീകരിച്ച് അല്പസമയം മുമ്പ് മടങ്ങുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും അദ്ദേഹം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തങ്ങളുടെ ഭാഗത്തു നിന്നും ചർച്ചയ്ക്കായി ഉയർന്നു. അത് കോൺഗ്രസിൻ്റെ നന്മയെ കരുതി അല്ലെങ്കിൽ ഏത് തരത്തിൽ കൂടുതൽ ശക്തമായി കോൺഗ്രസ് മുന്നോട്ട് പോകണം എന്ന് സംബന്ധിച്ച നിർദ്ദേശങ്ങളാണ് നൽകിയത് എന്നാണ് പറഞ്ഞത്. യുവജന സംഘടനകൾ, അധ്യാപകരുടെ പ്രശ്നങ്ങൾ, മറ്റ് സാധാരണ തട്ടിലുള്ള ജനങ്ങളുടെ വിഷയങ്ങൾ എന്നിവയൊക്കെ പരിഗണിക്കുന്നതിൽ കൃത്യമായ ഇടപെടൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന ഉപദേശം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നൽകി എന്നാണ് സണ്ണി ജോസഫ് പറഞ്ഞത്. അതിനുശേഷമാണ് തങ്ങൾ മാധ്യമങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയത്. എന്തായാലും ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട സമസ്തയുടെ നിലപാടിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. നേരത്തെ തന്നെ ഇക്കാര്യങ്ങൾ തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് പുതിയൊരു നിലപാട് പറയേണ്ട ആവശ്യമുണ്ടായിട്ടില്ല. പുതിയൊരു നിലപാട് ഉണ്ടായാൽ അത് അറിയിക്കാമെന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ ഈ സാഹചര്യത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന ചോദ്യത്തോട് ഇതൊരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് പ്രത്യേക ഒരു അഭിപ്രായം ഈ ഘട്ടത്തിൽ പറയുന്നില്ല. എല്ലാ മുന്നണികളോടും, പ്രത്യേകിച്ചും ഈ നിലമ്പൂരിൽ രണ്ട് ശക്തരായ മുന്നണികൾ തമ്മിലാണ് പോരാട്ടം നടക്കുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥി അത്ര പ്രസക്തനല്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് എല്ലാ മുന്നണികളോടും ഒരേ രീതിയിലാണ് തങ്ങൾ ഇടപെടുന്നത്. ആരാണ് ജനങ്ങൾക്ക് കൂടുതൽ നന്മ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് മാത്രമാണ് തങ്ങളുടെ പരിഗണനയെന്നും പറയുന്നു. വ്യക്തികളാണ് വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു മുന്നണിയോടും അനുഭാവം ഈ ഘട്ടത്തിൽ സമസ്തയ്ക്കില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും വളരെ വിശദമായി തന്നെ ഇരുവരും തമ്മിൽ ഈ വിഷയങ്ങൾ സംസാരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വെൽഫെയർ പാർട്ടിയുമായുള്ള കൂട്ടുകെട്ടിൽ സമസ്തയ്ക്ക് കൃത്യമായൊരു അതൃപ്തി ഉണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അഭിലാഷ്.